അയ്യപ്പനെ സൈലന്റ് പാർട്ണറാക്കി നിശ്ചയിച്ചുകൊണ്ട് വ്യവസായം നടത്തുന്ന കോടീശ്വരന്മാർ അവരുടെ ലാഭവിഹിതത്തിൻ്റെ നിശ്ചിത ശതമാനം സൈലന്റ് പാർട്ണറായ വിശ്വാസത്തിൻ്റെ ഭാഗമായി അയ്യപ്പന് കൊടുക്കുന്നുണ്ട്. 45 വർഷമായി ശബരിമലയിൽ എല്ലാ ധനുമാസത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ച പോവുകയും ശനിയാഴ്ച നീരാഞ്ജനം കത്തി ശബരിമലയിൽ നിന്ന് പടിയിറങ്ങുകയും ചെയ്യുന്ന ഒരു അയ്യപ്പ ഭക്തനാണ്. അപ്പോൾ ഞാനിപ്പോൾ 75 തൊട്ട് പോവാണ്. 75, 25, 100 രണ്ട് 50 കൊല്ലത്തെ അയ്യപ്പ ദർശനത്തിൻ്റെ ഒരു അവകാശിയാണ് ഞാൻ. ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണമോഷണം കേരള ഗവൺമെൻറ് അറിഞ്ഞിട്ടും അത് മറച്ചു വച്ചു എന്നുള്ളത് അക്ഷന്തവ്യമായ അപരാധമാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ അറിവ് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2019-ലെയും 2022-ലെയും മഹസ്സർ പരിശോധിച്ചിട്ടാണ് ഈ സ്വർണം മോഷണം പോയ വിവരം ഹൈക്കോടതി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഈ വിവരങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അയ്യപ്പ ഭക്തനായ എനിക്കോ അയ്യപ്പനിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കോ അതൊരു കാരണവശാലും വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് ഈ രക്തത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ അടിയന്തരമായി അദ്ദേഹം ദേവസ്വം മന്ത്രിയോട് രാജി ആവശ്യപ്പെടണം. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അദ്ദേഹം പുറത്താക്കണം. 2019-ലെയും 2022-ലെയും മഹസറിൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് കണ്ടുപിടിച്ചിട്ട് പോലും വീണ്ടും ഉണ്ണികൃഷ്ണൻ തന്നെ ഈ ജോലി ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ കള്ളനെ കാവലേൽപ്പിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേരള ഗവൺമെൻറ് ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ്. പണ്ട് അവിടെ ശബരിമലയിൽ തീപിടുത്തം നടന്നപ്പോൾ ആ അയ്യപ്പ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ കോൺട്രാക്റ്റ് കൊടുത്ത ആർക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല മതേതരത്വത്തിൻ്റെ സങ്കേതമായ ശബരിമലയിൽ വാവരുടെ സാന്നിധ്യമുണ്ട്. അയ്യപ്പൻ്റെ ആത്മമിത്രമായിട്ടാണ് വാവരെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ശബരിമലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, അതുപോലെ തന്നെ തെലുങ്കാന, മഹാരാഷ്ട്ര അടക്കമുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിലെ കോടീശ്വരന്മാർ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു സൈലന്റ് പാർട്ണറായി പലപ്പോഴും അയ്യപ്പനെ അവർ ചേർത്തിട്ടുണ്ട്. അവർക്ക് അയ്യപ്പനെ സൈലന്റ് പാർട്ണറാക്കി വെക്കുന്നതോടുകൂടി അവർക്ക് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെയാണ് അവർ ശബരിമലയിൽ കൊണ്ടുവന്ന് ഈ കണക്കില്ലാത്ത രീതിയിൽ സ്വർണങ്ങൾ വഞ്ചിയിൽ നിക്ഷേപിക്കുക, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും സാമ്പത്തിക സഹായം കൊടുക്കുക. അതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു പ്രാവശ്യം ശബരിമലയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമായിട്ടാണ് ഓരോരുത്തരും അവിടുന്ന് പടിയിറങ്ങുന്നത്. ഈ പടിയിറക്കത്തിൻ്റെ പിന്നിൽ നമുക്കറിയാം അയ്യപ്പനെ സൈലന്റ് പാർട്ണറാക്കി നിശ്ചയിച്ചുകൊണ്ട് വ്യവസായം നടത്തുന്ന കോടീശ്വരന്മാർ അവരുടെ ലാഭവിഹിതത്തിൻ്റെ നിശ്ചിത ശതമാനം സൈലന്റ് പാർട്ണറായ വിശ്വാസത്തിൻ്റെ ഭാഗമായി അയ്യപ്പന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ യാതൊരു വിധമായ കണക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയെന്നാണ്. എത്ര ആലോചിച്ചിട്ട് നമുക്ക് പറയുന്നില്ല എങ്ങനെയാണ് ഈ സ്വർണം പൂശുക എന്നുള്ളത്. സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. അതിന് വളരെ തുച്ഛമായ സ്വർണം മതി. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുകയല്ല, സ്വർണം പൊതിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതിയുന്നതിന് കൂടുതൽ സ്വർണം ആവശ്യമാണ്. മറ്റേതിന് വളരെ വളരെ മൈന്യൂട്ടായ സ്വർണം മാത്രമേ ഈ പൂശുന്നതിന് ആവശ്യമായിട്ടുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് മരം കൊണ്ട് ദ്വാരപാലക ശില്പം പൊതിഞ്ഞിട്ട് അതിനകത്താണ് സ്വർണം ഘടിപ്പിക്കുന്നത്. എന്നിട്ട് ചെമ്പ് സ്ക്രൂ ഇട്ട് അത് മുറുക്കുകയാണ്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അവിടെ നിന്നടുത്ത് എവിടേക്കാണ് പോയിരിക്കുന്നത്? മദ്രാസിൽ പോയി, ബോംബെ പോയി. ഈ സ്വർണവും കൊണ്ട് നടന്ന് ഊരു ചുറ്റി കോടിക്കണക്കിന് രൂപയുടെ പണം അനധികൃതമായി ഉണ്ണികൃഷ്ണൻ പിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ മോശക്കാരനല്ലോ. ഉണ്ണികൃഷ്ണൻ്റെ പിറകിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ലാതെ ഉണ്ണികൃഷ്ണന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല.
മാത്രമല്ല, ദേവസ്വം ജീവനക്കാർ തെറ്റു ചെയ്താൽ, കുറ്റം ചെയ്താൽ ദേവസ്വം വിജിലൻസ് അതിനകത്ത് ഇടപെടാം. അതേസമയം ഇയാളൊരു ദേവസ്വം ജീവനക്കാരനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ജീവനക്കാരനല്ലാത്ത ഇയാളെ ദേവസ്വം ബോർഡ് ഓഫീസിൽ വിളിച്ച് 4 മണിക്കൂർ ചോദ്യം ചെയ്യുക, പിന്നെ വിട്ടയക്കുക, വീണ്ടും ചോദ്യം ചെയ്യുക. ഇതൊക്കെ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ, ഈശ്വര വിശ്വാസികളെ പറ്റിക്കാൻ ബോധപൂർവമായി കേരള ഗവൺമെൻറ് നടത്തുന്ന നീക്കങ്ങളാണ്. ഇപ്പം നമുക്കറിയാം, അയ്യപ്പ സംഗമം നടത്തിയത് സ്പോൺസർമാരെ വെച്ചാണെന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സത്യവാങ്മൂലം കോടതി കൊടുത്തില്ലേ? എന്നിട്ട് എന്താ ഇപ്പോൾ നമ്മൾ കണ്ട്? ഊരാലുങ്കൽ സൊസൈറ്റിക്ക് 8.44 കോടി രൂപ കൊടുത്തിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. അതിൽ 4.11 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു, ബാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സ്പോൺസറാണ് ഈ ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിന് വേണ്ടി പൈസ കൊടുത്തതെന്ന് വ്യക്തമാക്കണ്ടേ? അപ്പോൾ കേരളത്തിലെ ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാത്തൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതി തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ADGPയെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ്. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി, അൺക്വസ്റ്റ്യൻഡായ ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതി നിരീക്ഷണമുണ്ടെങ്കിലും പിണറായി വിജയൻ പറയുന്നത് എഴുതി കൊടുക്കലല്ലാതെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ ആ പോലീസ് അന്വേഷണത്തിന് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോലും കഴിയില്ല. കാരണം കേരളത്തിൻ്റെ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ അനുഭവം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തികളാണ്, അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ്, അവരുടെ പാദസേവ ചെയ്യുന്നവരാണ് കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരു നല്ല ശതമാനം. ആ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടാണ് ഈ അന്വേഷണം പോകുന്നതെങ്കിൽ ഈ അന്വേഷണത്തിലെ യഥാർത്ഥ കള്ളന്മാർ പിടിക്കപ്പെടത്തില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം അറിയാതെ ഒരിക്കലും ഈ മോഷണം നടക്കില്ല. പക്ഷേ ആ മോഷണത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിയാതെയാണ് ഈ മോഷണം നടന്നതെങ്കിൽ നമുക്ക് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം നല്ലതാണ്. ആ നിരീക്ഷണത്തിൽ ഇതിൻ്റെ അന്വേഷണം CBIക്ക് വിട്ടാൽ യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ യഥാർത്ഥ കള്ളന്മാർ കപ്പലിൽ തന്നെയാണുള്ളത്.